നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് രാവിലെ പ്രാബല്യത്തിൽ വരാനിരുന്ന ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ദീർഘകാലമായി കാത്തിരുന്ന വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും വൈകി. മോചിപ്പിക്കപ്പെട്ട ആദ്യത്തെ ബന്ദികളുടെ പേരുകൾ നൽകാൻ ഹമാസിന് കഴിഞ്ഞില്ല എന്ന് ഇസ്രയേൽ സൈന്യം ആരോപിച്ചു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഹമാസ് കരാർ പാലിക്കുന്നില്ലെന്ന് പ്രസ്താവന ഇറക്കി. കരാറിനോടുള്ള പ്രതിബദ്ധത ഹമാസ് നിറവേറ്റാത്തിടത്തോളം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരില്ല എന്നും കരാറിന്റെ ഏത് ലംഘനത്തിനും പൂർണ്ണ സുരക്ഷാ പ്രാധാന്യം ഉണ്ടാകുമെന്നും ഇസ്രായേൽ സൈന്യം ഗാസ അരീനയ്ക്കുള്ളിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണെന്നും ഹമാസ് കരാർ പാലിക്കുന്നതുവരെ അത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാലാണ് പേരുകൾ കൈമാറാൻ വൈകുന്നതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിൽ തങ്ങൾ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധരാണെന്നും എന്നാൽ കരാർ നടപ്പാക്കുന്നത് എത്രത്തോളം വൈകുമെന്ന് സൂചനയില്ലെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഫലസ്തീൻ പ്രദേശത്തിന്റെ വടക്ക് മധ്യഭാഗങ്ങളിൽ IDF ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഗാസയ്ക്കുള്ളിലെ CBS ന്യൂസ് ടീം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം വടക്കൻ പ്രദേശത്ത് വെടിയേറ്റ് 3 പേരെങ്കിലും കൊല്ലപ്പെട്ടു. കൂടാതെ തെക്കൻ നഗരമായ റാഫേൽ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ IDF സേന വെടിയുതിർത്തതായ റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച ഗാസയിൽ പ്രാദേശിക സമയം രാവിലെ 8:30 വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി മാജിദ് അൽ അൻസാരി ശനിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സമ്മതിച്ചതുപോലെ മോചിപ്പിക്കേണ്ട ബന്ദികളുടെ പേരുകൾ ഇസ്രായേലിന് ലഭിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ തുടരില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് മുന്നറിയിപ്പ് നൽകി. കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഹമാസ് മാത്രമാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. മധ്യസ്ഥത വഹിച്ച ഖത്തറിന് ഹമാസ് നൽകാനിരുന്ന പേരുകൾ ഇസ്രായേലിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഇത് നടപ്പാകാതെ വന്നതോടെയാണ് ഈ പ്രസ്താവന ഇറക്കിയത്. ഹമാസിൽ നിന്നോ ഖത്തറിൽ നിന്നോ പ്രതികരണമൊന്നും ഉണ്ടായില്ല. വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് ഏകദേശം 12 മണിക്കൂർ മുമ്പ് രാജ്യത്തോട് സംസാരിച്ച പ്രധാനമന്ത്രി ഗാസയുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമായാണ് ഇസ്രായേൽ പരിഗണിക്കുന്നതെന്നും ആവശ്യമെങ്കിൽ യുദ്ധം തുടരാനുള്ള അവകാശം നിലനിർത്തുന്നതായും പറഞ്ഞിരുന്നു. ന്യൂയോർക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ക്യാബിനറ്റ് ഗാസയിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി. ഇത് ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസ് മേള 15 മാസത്തെ യുദ്ധം താൽക്കാലികമായി നിർത്തുകയും ചെയ്യും. ഈ കരാർ ഇരുപക്ഷത്തെയും അവരുടെ ഏറെക്കാലത്തെ മാരകവും വിനാശകരമായ പോരാട്ടം അവസാനിപ്പിക്കുന്നതിലേക്ക് ഒരു പടി അടുപ്പിക്കുന്നത് കൂടിയാണ്. ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കേണ്ടിയിരുന്ന 33 ബന്ദികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടിക ഹമാസ് ഇസ്രായേലിന് നൽകണമായിരുന്നു. ബന്ദികളുടെ പേരുകൾ കൈമാറ്റത്തിന് 24 മണിക്കൂർ മുമ്പെങ്കിലും നൽകണമെന്നാണ് വെടിനിർത്തൽ കരാർ പറയുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പട്ടിക പുറത്തുവിടാൻ സാധിച്ചില്ലെന്നാണ് ഹമാസ് പറയുന്നത്. ഇതോടെ വെടിനിർത്തൽ കരാറിനെതിരെ നെതന്യാഹു രംഗത്ത് വരികയായിരുന്നു. 3 ഘട്ടങ്ങളിലായാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ ഹമാസിന്റെ പക്കലുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 33 ബന്ദികളെ ഇസ്രായേലിന് കൈമാറും. ഇതിന് പകരമായി ഇസ്രായേലിൽ തടവിലുള്ള 1000-ഓളം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.